എല്ലാ ഗുരുക്കന്മാർക്കും ഭക്ത സഹോദരി സഹോദരന്മാർക്കും അനേക നമസ്കാരം. ടീച്ചർക്ക് അനന്തകോടി നമസ്കാരം. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാശ്രയേ. ത്രിഭുവനകമലം തമാലവർണം രവികരകൗരവരാംബരം ദധാനെ ബഹുരണകുലാവൃതാനനാബ്ജം വിജയസഖേ രതിരസ്തു മേ അനവധ്യാ. യോധപ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖില ശക്തിധര സ്വധാംന അന്യാം ച ഹസ്തചരണശ്രവണത്വഗാദി പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. നമഃ പങ്കജനാഭായ ഭൂതസൂക്ഷ്മേന്ദ്രിയാത്മനെ വാസുദേവായ ശാന്തായ കൂടസ്ഥായ സ്വരോചിഷേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ. അക്രൂര സ്തുതി രണ്ടാം ഭാഗമാണ് വിഷയം. കുറച്ച് ഒന്നാം ഭാഗവും പറഞ്ഞു, കുറച്ച് ഫ്ലാഷ് ബാക്ക് കേട്ടാലല്ലേ നമുക്ക് സുഖം ഉണ്ടാവുള്ളൂ. അത് കുറച്ച് പറഞ്ഞിട്ട് രണ്ടാം ഭാഗത്തിലേക്ക് കടക്കാം. അക്രൂര കംസ സംവാദം. ദാനശീലനായ അക്രൂരൻ യാദവരുടെ ഇടയിൽ വിശ്വസ്തനായി. അക്രൂരനെ പോലെ വേറെ ആരെയും എനിക്ക് വിശ്വാസമില്ല, ഒരു സഹായം ചെയ്ത് തരണമേ എന്ന് പറഞ്ഞു. നന്ദഗോകുലത്തിലേക്ക് പോയി വസുദേവരുടെ 2 പുത്രന്മാരെയും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരണം. ധനുർയാഗത്തിന് ക്ഷണിച്ചു കൂട്ടിക്കൊണ്ടുവരാനാണ് പറഞ്ഞയച്ചത്. കംസൻ ദുരുദ്ദേശത്തോടെ പറഞ്ഞയക്കുന്നതാണെങ്കിലും അങ്ങനെയെങ്കിലും രാമകൃഷ്ണന്മാരെ കാണാമല്ലോ എന്ന സന്തോഷത്തിൽ അതിരാവിലെ എഴുന്നേറ്റ് നിത്യകർമ്മങ്ങളെല്ലാം ചെയ്ത് അക്രൂരൻ തേരിൽ ഗോകുലത്തിലേക്ക് യാത്രയായി. മനോരാജ്യത്തിൽ മുഴുകി ഭഗവാനെ കാണാനുള്ള ഭാഗ്യം കിട്ടിയല്ലോ എന്ന് സ്വപ്നം കണ്ടുകൊണ്ട് യാത്രയായി. ഭഗവാൻ 2 കൈകൾ കൊണ്ട് എന്നെ ആലിംഗനം ചെയ്യും, മാറോട് ചേർത്ത് കെട്ടിപ്പിടിക്കും എന്നൊക്കെ പറഞ്ഞ് വളരെ മനോരാജ്യത്തിൽ അക്രൂരൻ പോയി. അതുപോലെ തന്നെ അവിടെ എത്തിയപ്പോഴെല്ലാം നടന്നു. സായാഹ്നത്തിലെത്തി. അടുത്ത ദിവസം കാലത്ത് തന്നെ രാമകൃഷ്ണന്മാരോടൊത്ത് രഥത്തിൽ മധുരയ്ക്ക് യാത്രയായി. കാളിന്തിയിലെത്തി. രാമകൃഷ്ണന്മാർ കാളിന്തിയിലിറങ്ങി ജലപാനം ചെയ്ത് തേരിൽ കയറിയിരുന്നു. രാമകൃഷ്ണന്മാരുടെ അനുവാദത്തോടെ അക്രൂരൻ മാധ്യാനിക സ്നാനം ചെയ്യാൻ വേണ്ടി കുടിക്കാൻ ഇറങ്ങി. മുങ്ങിയപ്പോൾ വെള്ളത്തിനടിയിൽ രാമകൃഷ്ണന്മാരെ കണ്ടു. പൊങ്ങി നോക്കിയപ്പോഴോ തേരിൽ തന്നെ രാമകൃഷ്ണന്മാരെ കണ്ടു. വെറുതെ തോന്നിയതാവും എന്ന് കരുതി വീണ്ടും മുങ്ങിയപ്പോൾ രാമനെ ആദിശേഷനായും ഭഗവാനെ മഹാവിഷ്ണുവായും കണ്ടു. ആ പരമപുരുഷനെ കണ്ട് അക്രൂരൻ നമസ്കരിച്ച് തുതിക്കാനും തുടങ്ങി. തുതി അവസാനിച്ചപ്പോൾ ഭഗവാൻ വിഷ്ണു രൂപം മറിച്ചു കളഞ്ഞു. എല്ലാവരും കൂടി വീണ്ടും യാത്രയായി. ഉച്ചയോടുകൂടി മധുരയിൽ എത്തി. അക്രൂരൻ അവരെ ഗൃഹത്തിലേക്ക് ക്ഷണിച്ചു. എന്തിനാ മധുരയ്ക്ക് കൂട്ടിക്കൊണ്ടുവന്നത് എന്ന് ഭഗവാന് അറിയാമല്ലോ. എന്റെ ഉദ്ദേശമൊക്കെ നടക്കട്ടെ, അനുഗ്രഹിക്കാൻ വരാമെന്ന് ഭഗവാൻ പറഞ്ഞു. ഭഗവാന് അക്രൂരനെ കൊണ്ട് വേറൊരു കാര്യം കൂടി നടത്താനുണ്ട്. അക്രൂരനെ അക്കിരപുരത്തേക്ക് പറഞ്ഞേക്കുകയും വേണം. ആദ്യം ധനുർയാഗം നടക്കുന്ന സ്ഥലം സന്ദർശിച്ചു. അവിടെ കുവലയാപീഠവധം, വൃത്തികാചാരവധം, കംസവധം എല്ലാം കഴിഞ്ഞ് ഈ വിവരമെല്ലാം ഗോകുലത്തിൽ അറിയിക്കാൻ വേണ്ടി ഉദ്ധവനെ പറഞ്ഞയച്ചു. ഗോകുലവാസികളുടെ സന്ദേശം കൊണ്ട് ഉദ്ധവൻ മധുരയിലേക്ക് തിരിച്ചെത്തി. ഗോകുലവാസികളുടെ ഭക്തിപ്രഭാവത്തെ ശ്രീകൃഷ്ണനെ അറിയിച്ചു. ഇനിയാണ് നമ്മുടെ വിഷയം. 48-ാം അധ്യായം 17 മുതൽ 27 വരെയുള്ള ശ്ലോകങ്ങളാണ്. അക്രൂര സ്തുതി രണ്ടാം ഭാഗം. വാക്കുകൊടുത്ത പ്രകാരം ഉദ്ധവനോടും ബലരാമനോടും കൂടി ഭഗവാൻ അക്രൂര ഗൃഹത്തിലെത്തി. ഭഗവാന്റെ ചെറിയച്ഛനാണ് അക്രൂരൻ. രാമകൃഷ്ണന്മാർ അക്രൂരനെ നമസ്കരിച്ചു. രാമകൃഷ്ണന്മാരെ കണ്ടതും ആലിംഗനം ചെയ്താണ് സ്വീകരിച്ചത്. ശ്രീകൃഷ്ണന്റെയും ബലരാമന്റെയും പാദങ്ങളെ കഴുകി പാദതീർത്ഥം സർവാംഗം ധരിച്ചു. പട്ടുവസ്ത്രങ്ങൾ, പൂമാലകൾ, കുറിക്കൂട്ടുകൾ, ആഭരണങ്ങൾ എന്നിവ നൽകി നല്ല പോലെ പൂജിച്ചു. പാദകമലങ്ങളെ മടിയിൽ വെച്ച് തടവിക്കൊണ്ട് അവരുടെ ക്ഷീണം തീർത്തു. ഇനി തുതിക്കാൻ തുടങ്ങി. 17. ദിഷ്ട്യാപാപോഹദക്കംസഃ സാനുഗോവാമിതം കുലം ഭവഭ്യാമുദ്ധൃതം കൃച്ഛ്രാത് ദുരന്താച്ച സമേധിതം. മഹാപാപിയായ കംസനെയും കൂട്ടുകാരെയും എല്ലാം കൊണ്ടിരിക്കും. അതോടെ യദുവംശം അപാരമായ ദുഃഖത്തിൽ നിന്ന് മുക്തമായി. വളരെ വളരെ ഭാഗ്യം തന്നെ. ഇനി മേൽക്കുമേൽ അഭിവൃദ്ധിയാണ് ഫലം. 18. യുവാം പ്രധാന പുരുഷൗ ജഗത് ഹേതു ജഗന്മയൗ
ഭവദ്ഭ്യാം ന വിനാ കിഞ്ചിത് പരം അസ്തി ന ചാപരം. നിങ്ങൾ ഇരുവരും പ്രധാന പുരുഷേശ്വരന്മാരാണ്, ലോകോത്പത്തിയുടെ നിമിത്ത കാരണന്മാരുമാണ്. ജഗത് സ്വരൂപന്മാരായ നിങ്ങളെ കൂടാതെ കാരണമായും കാര്യമായും മറ്റൊന്നുമില്ല. 19. ആത്മസൃഷ്ടമിതം വിശ്വം അന്വാവിശ്യ സ്വശക്തിഭിഃ ഈയതേ ബൗദ്ധാ ബ്രഹ്മൻ പ്രത്യക്ഷഗോചരം. ഇതുവരെ രണ്ടുപേരെയും ഒന്നിച്ച് സ്തുതിച്ചു. ഇനി ഭഗവാനെ മാത്രമായി സ്തുതിക്കുന്നു. പരമ്പൊരുളായ അങ്ങ്, ഹേ പരമേശ്വര, അങ്ങയുടെ ശക്തികളായ സത്വാദി ഗുണങ്ങൾ കൊണ്ട് ഈ ലോകത്തെ സൃഷ്ടിക്കുന്നു. സൃഷ്ടിച്ച ലോകത്തിൽ താനും പ്രവേശിച്ച് കാണാനും കേൾക്കാനുമുള്ള എല്ലാ വിഷയങ്ങളിലേക്കും പല പല രൂപങ്ങൾ കൈക്കൊണ്ട് ശോഭിക്കുന്നു. ഒരാളുടെ കണ്ണിന് കണ്ണായി കാതിന് കാതായി പ്രവർത്തിക്കുന്നു എന്ന് സാരം. നമ്മൾക്ക് തന്നെ പല പല സന്ദർഭങ്ങളിലും അത് മനസ്സിലാക്കാൻ കഴിയും. ഞാനൊരു ഉദാഹരണം പറയണം. എൻ്റെ ഒരു അനുഭവമാണത്. ഉച്ചിപ്പിള്ളയാലമ്പലത്തിലേക്ക് കഴിഞ്ഞ വർഷം പോയി. അപ്പോൾ സ്വാമി പറഞ്ഞു, നീ ഇവിടെ ഇരുന്നോ, നിനക്ക് അത്രയും കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞു. എനിക്ക് തോന്നിയില്ല. പതുക്കെ പതുക്കെ ഞാൻ തന്നെ കയറി വരാൻ പറഞ്ഞു. പതുക്കെ കയറി ഏതാണ്ട് ഒരു 10 സ്റ്റെപ്പ് ഞാൻ കയറി സ്വാമി അവിടെ മുകളിൽ വെക്കും. അങ്ങനെ ഞാൻ ആ മുഴുവൻ ഞാൻ കയറി തോന്നി തിരിച്ചും വന്നു. പക്ഷെ എനിക്ക് യാതൊരു പ്രശ്നം എനിക്ക് അന്ന് ആ കാര്യം ഉണ്ടായില്ല. എങ്ങനെ ഉണ്ടായില്ല എന്ന് എനിക്കറിയില്ല. ആ ഭഗവാന്റെ അരുളാണ് അതിന് കാരണം. ഭഗവാൻ കണ്ണായി പ്രവർത്തിക്കുന്നു, കാതെന്ന് പറഞ്ഞ പോലെ ഭഗവാൻ തന്നെ നേരിട്ട് കാലായി പ്രവർത്തിച്ചത് കൊണ്ടാണ് അന്ന് അത് നടന്നത്. ഇപ്പോഴും ഞാൻ എവിടെ എപ്പോൾ പറഞ്ഞാലും പറയും, ഞാൻ ഉച്ചിപ്പളയാലും പറ്റുമ്പോൾ ഞാൻ വരും, ഭഗവാൻ കാക്കും. ആ ഒരു വിശ്വാസം എനിക്ക് ഇപ്പോഴും ഉണ്ട്. എല്ലാവർക്കും നമുക്ക് ആ വിശ്വാസം വേണം. 20. യഥാഹിഭൂതേഷു ചരാചരേഷു മഹ്യാദയോ യോനിഷു ഭാതി നാനാ ഏവം ഭവം കേവല ആത്മയോനിഷു ആത്മാത്മതന്ത്രുബഹുതാ വിഭാതി. ലോകത്തിൽ കാണപ്പെടുന്ന എല്ലാ പദാർത്ഥങ്ങളും ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം എന്നീ പഞ്ചഭൂതങ്ങളുടെ രൂപാന്തരങ്ങളാകുന്നു. ഈ പഞ്ചഭൂതങ്ങൾ ചരാചരങ്ങളായ ഭൂതങ്ങളിൽ പല പല വിധമായി പ്രകാശിക്കുന്നു. വൃക്ഷങ്ങളിലും മനുഷ്യരിലും ഭൂമി അംശം ഉണ്ട്. അങ്ങയുടെ സാന്നിധ്യം ഉണ്ട് എന്ന് എല്ലാവരും നല്ലപോലെ അറിയണം. പരമാത്മാവായ അങ്ങ് പല രൂപങ്ങളിൽ കാണപ്പെടുന്നു. അങ്ങ് നിർവികാരനും സ്വതന്ത്രനും ശുദ്ധനും ആകുന്നു. 21. വിശ്വം രജസ്തമസ്തത്വഗുണൈസ്വശക്തിഭിഃ നപദ്യത്തെ തദ്ഗുണകർമ്മഭിർവാ ജ്ഞാനാത്മനസ്തേ ക്വചബന്ധഹേതുഃ. ഭഗവാൻ നിർവികാരനും സ്വതന്ത്രനും ആണെന്ന് ഇവിടെ ഓർമ്മിപ്പിക്കുന്നു. അനുഭവത്തിലൂടെയാണ് അങ്ങയെ അറിയുന്നത്. അറിവിന്റെ രൂപത്തിലാണ് അങ്ങ് എല്ലാവരുടെയും ഉള്ളിൽ പ്രവേശിക്കുന്നത്. അങ്ങ് മായാതീതനാണ്. ഭഗവാന്റെ മായാശക്തികളായ രജോ ഗുണം കൊണ്ട് ലോകത്തെ സൃഷ്ടിക്കുന്നു, സത്വഗുണം കൊണ്ട് രക്ഷിക്കുന്നു, തമസ് കൊണ്ട് സംഹരിക്കുന്നു. ഈ ഗുണങ്ങളും കർമ്മങ്ങളും അങ്ങയെ ബാധിക്കുന്നില്ല. ബാധിക്കുന്നു എന്ന് തോന്നുന്നത് അവിദ്യ കൊണ്ടാണ്. അഗ്നിക്ക് തണുപ്പും സൂര്യന് ഇരുട്ടും ബാധിക്കുമോ? അതുപോലെ ജ്ഞാനസ്വരൂപനായ അങ്ങയ്ക്ക് ഒന്നും തന്നെ ബാധിക്കുന്നില്ല. 22. ദേഹാദിപാദേ അതിരൂപ തത്വാ ഭവോന സാക്ഷാദിന വിദ്യാത്മനാ സ്യാദ് അതോ ന ബന്ധസ്തവ നൈവ മോക്ഷഃ സ്യാദാംനികാമസ്ത്വയി നോ അവിവേകഃ. ദേഹാദികൾ അജ്ഞാന കൽപ്പിതങ്ങളാണ്. ആകയാൽ ജീവാത്മാവിന് ജന്മമോ അവസ്ഥാഭേദമോ ഒന്നും ബാധകമാകുന്നില്ല. ബന്ധവും മോക്ഷവും ഇല്ല. അങ്ങേരത് തോന്നുന്നത് അവിദ്യ കൊണ്ടാണ്. 23. ത്വയോദിതോയം ജഗതോ ഹിതായ യദാ യദാ വേദപദോ പുരാണഃ ബാധ്യേത പാഖണ്ഡ പദൈന സദ്ഭിഃ തദാ ഭവാൻ സത്വഗുണം വിഭക്തി. ദുഷ്ടരായ നിരീശ്വരന്മാരെ കാരണം അങ്ങ് പറഞ്ഞു തന്ന ദൈവിക വേദമാർഗത്തിന് തടസ്സം നേരിടുമ്പോൾ സത്വമായ ശരീരത്തോടുകൂടി അങ്ങ് അവതരിച്ച് ധർമ്മത്തെ രക്ഷിക്കുന്നു. പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. 24. സത്വം പ്രബോധ്യ വസുദേവ ഗൃഹേവ തീർണഃ സ്വാംശേന ഭാരമപനേതു വിഹാതി ഭൂമേഃ അക്ഷൗഹിണീ ശതവധേന സുരേതരാംശ രാജ്ഞാമംശ്യ ചതുരസ്യ യശോവിതന്വൻ. പ്രഭോ, രാജാക്കന്മാരായി ജനിച്ച അസുരന്മാരുടെ സൈന്യങ്ങളെ മുഴുവനും നശിപ്പിച്ച്
ഭൂഭാരം കുറയ്ക്കുന്നതിന് വേണ്ടിയും യാദവ കുലത്തിന്റെ കീർത്തി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുമാണ് അങ്ങ് ബലരാമനോടുകൂടി വസുദേവ ഗൃഹത്തിൽ ജനിച്ചിരിക്കുന്നത്. 25 അദ്യേശനോ വസരായ ഖലു വസതയ ഖലുപൂരിഭാഗ യസ്സർവദേവ പിതൃഭൂതനൃദേവമൂർത്തിഃ യത്പാദ ശൗച സലിലം ത്രിജഗത് പുനാദി സത്വം ജഗദ്ഗുരുരഥോക്ഷജ യാ പ്രവിഷ്ടഃ. ഇന്ന് എന്റെ ഗൃഹം ആശ്രമങ്ങളെക്കാട്ടിലും പവിത്രമായിരിക്കുന്നു. സർവദേവതകളുടെയും പിതൃക്കളുടെയും വേദങ്ങളുടെയും മൂർത്തിരൂപമായ പരമഗുരുക്കന്മാരായ സച്ചിദാനന്ദ സ്വരൂപരായ നിങ്ങൾ രണ്ടുപേർ അതിഥികളായി വന്നുവല്ലോ. നിങ്ങളുടെ പാദോദകമാകുന്നു ലോകം മുഴുവനും പവിത്രമാക്കുന്ന ഗംഗ. ഈ പ്രദേശം മുഴുവനും നിങ്ങൾ പരിശുദ്ധിയാക്കിയിരിക്കുന്നു. 26 കപ്പണ്ഡിതസ്ത്വതപരം ശരണം സമീയാത് ഭക്തപ്രിയാദൃതശിര സുഹൃതകൃതജ്ഞാൻ സർവാൻ ദദാതി സുഹൃതോ ഭജതോ വികാമാൻ ആത്മാനമപ്യുഭജയാജപജയൗ നയസ്യ. അങ്ങ് ഭക്തപ്രിയനാണ്, ഭക്തവത്സലനാണ്, നിത്യാനന്ദം നൽകുന്നവനാണ്, ലോകസുഹൃത്താണ്, സദാ കൃതജ്ഞനുമാണ്. ഇങ്ങനെയുള്ള അങ്ങയെ വിട്ട് വേറെ ആരെയെങ്കിലും വിവേകികൾ ആശ്രയിക്കുമോ? വിവേകികൾ ഭഗവാനെ തന്നെ ആശ്രയിക്കണം. മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി പറഞ്ഞ പോലെ സന്നിധത്തെ സതതം പുരസ്തേരനഭ്യർത്ഥിതാനപി അർത്ഥാൻ കാമാൻ അജസ്രം വിതരസി പരമാനന്ദ സാന്ദ്രാം ഗതിം ച. നിന്തിരുവടിയെ സ്നേഹിക്കുന്നവർക്ക് സർവകാമങ്ങളും സാധിപ്പിക്കുന്നു എന്ന് മാത്രമല്ല, ഉയർച്ചയോ താഴ്ചയോ ഇല്ലാത്ത സ്വരൂപത്തെ പോലും നൽകുന്നു. നിന്തിരുവടി ഭക്തന്മാരെ സ്നേഹിക്കുന്നു, ഭക്തന്മാരെ ഇഷ്ടപ്പെടുന്നവരെയും ആദരിക്കുന്നു, എല്ലാവരുടെയും പരമസുഹൃത്താണ്. അങ്ങയെ ആശ്രയിക്കുന്നവർ പണ്ഡിതർ തന്നെ, വിവേകികളാണ്. മൂഢരായ എന്റെ ഗൃഹത്തിൽ വന്ന് എന്നെ അനുഗ്രഹിച്ചുവല്ലോ, എന്റെ ആഗ്രഹം സാധിപ്പിച്ചുവല്ലോ. 27 ദിഷ്ട്യാജനാർദ്ദന ഭവാനിക നപ്രതീതോ യോഗേശ്വരൈരവിനുലാപഗതിസുരേശൈഃ ചിന്യാശു ന ശൂദകളത്രധനാപ്തഗേഹേ ദേഹാദിമോഹ രശനാം ഭവദീയമായാം. ഹേ ജനാർദ്ദന, യോഗേശ്വരന്മാർക്കും സുരേശ്വരന്മാർക്കും പോലും സാധിക്കാത്ത കാര്യം ഞങ്ങൾക്ക് സാധിപ്പിച്ചു തന്നു. ഞങ്ങളുടെ വീട്ടിൽ എഴുന്നള്ളിയത് ഞങ്ങളുടെ മഹാഭാഗ്യം തന്നെ. പുത്രൻ, ഭാര്യ, ബന്ധുമിത്രാദികൾ, വീട്, ധനം, ശരീരം എന്നീ മായാ സൃഷ്ടികളിൽ മമത ഉണ്ടാകരുതേ. ആ മമത്വ കയറ് മുറിച്ചു കളഞ്ഞാലും അങ്ങയെ ഉപാസിക്കുന്നതിൽ ഒരു കുറവ് വരരുത്. സംസാര സമുദ്രത്തിൽ മുക്കരുത്. ബന്ധുമിത്രാദികളിലും ധനാദികളിലും ഉള്ള സ്നേഹം കാരണം നിന്തിരുവടിയെ മറക്കാതിരിക്കട്ടെ. ആ മറവി ഞങ്ങളെ ബാധിക്കാതിരിക്കാൻ കരുണ ചെയ്യണമേ. ഈ വിധം പൂജിച്ച് ഭഗവാനെ അക്രൂരൻ സ്തുതിച്ചു. ശ്രീകൃഷ്ണൻ പുഞ്ചിരിച്ചും കൊണ്ട് പറഞ്ഞു, അങ്ങ് ഞങ്ങൾക്ക് ഗുരുവാണ്, ചെറിയച്ഛനാണ്, പിതൃതുല്യനാണ്. അങ്ങയെ പോലെയുള്ള മഹാത്മാക്കളെ ആണ് എല്ലാവരും സേവിക്കേണ്ടത്. തീർത്ഥങ്ങളെക്കാളും വിഗ്രഹങ്ങളെക്കാളും വേഗത്തിൽ ഫലം തരുന്നത് അങ്ങയെ പോലെയുള്ള മഹാന്മാരാണ്. ദർശനം മാത്രമേ ഫലം കിട്ടും. ഞങ്ങളുടെ സുഹൃത്തുമാണ് അങ്ങ്. ധൃതരാഷ്ട്രർ സ്വന്തം മക്കളെയും അനുജന്റെ മക്കളെയും ഒരേപോലെ കാണുന്നില്ല. അങ്ങയെ കാരണമല്ലേ കുന്തിയും കുടുംബവും നന്നായത്. ഒന്ന് ഹസ്തിനപുരത്തിൽ ചെന്ന് പാണ്ഡവരുടെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി വേണ്ട പോലെ വരണം. അവരുടെ ക്ഷേമത്തിന് വേണ്ടി ശ്രമിക്കണം എന്ന് പറഞ്ഞ് അക്രൂരനെ ഭഗവാൻ ഹസ്തിനപുരത്തേക്ക് പറഞ്ഞയക്കുന്നു. ഭഗവാൻ ബലരാമൻ സ്വഭവനത്തിലേക്ക് പോയി. അക്രൂരസ്തുതിയോട് സാമ്യമുള്ള പോലെ ഒരു കൗസല്യ സ്തുതിയുണ്ട്, അതുകൂടി പറഞ്ഞിട്ട് എല്ലാം ഭഗവാന് സമർപ്പിക്കാം. പണ്ടു ലോകങ്ങളെല്ലാം അളന്ന പാദാബ്ജവും കണ്ടുണ്ടായൊരു പരമാനന്ദത്തോടും മോക്ഷതനായ ജഗത് സാക്ഷിയാം പരമാത്മാ സാക്ഷാത് ശ്രീനാരായണൻ എന്നറിഞ്ഞപ്പോൾ സുന്ദരഗാത്രിയായ കൗസല്യാദേവി താനും വന്ദിച്ചു തെരുവിലെ സ്തുതിച്ചു തുടങ്ങിനാൾ. നമസ്തേ ദേവദേവ ശംഖചക്രാബ്ജധര, നമസ്തേ വാസുദേവ മധുസൂദനാമലേ, നമസ്തേ നാരായണ, നമസ്തേ നരകാരേ, സമസ്തേശ്വരാശൗരേ, നമസ്തേ ജഗത്പദേ. നിന്നിരുവടിമായ ദേവിയെ കൊണ്ട് വിശ്വം സന്തതം
സൃഷ്ടിച്ചു രക്ഷിച്ചു സംഭരിക്കുന്നു. സത്വാദി ഗുണത്രയം ആശ്രയിച്ചെന്നിതെന്ന് ഉത്തമനാർക്ക് പോലും ഉത്തമന്മാർക്ക് പോലും അറിവാൻ വേലയത്രേ. പരമൻ പരാപരൻ പരബ്രഹ്മാഖ്യൻ പരൻ പരമാത്മാവ് പരൻ പുരുഷൻ പരിപൂർണൻ അച്യുതൻ അനന്തൻ അവ്യക്തൻ അവ്യനേകൻ നിശ്ചലൻ നിർഭമൻ നിർവാണപ്രദൻ നിത്യൻ നാരായണ 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 കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.